ഗ്രാമത്തിൽ സുധ എന്നു പേരുള്ള തടിയുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. ഗ്രാമത്തിലുള്ള എല്ലാവരും അവൾക്ക് തടിയുള്ളത് കാരണം തടിച്ചി പെണ്ണ് എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. സുധയ്ക്ക് എപ്പോഴും വിശപ്പായിരുന്നു ഉണ്ടായിരുന്നത്. എത്ര ഭക്ഷണം കഴിച്ചാലും അവളുടെ വിശപ്പ് കുംഭകർണന്റെ ഉറക്കം പോലെ ഉണ്ടായിരുന്നു. അവളുടെ വയറ് നിറയുകയേയില്ല. അവളുടെ അമ്മ വിമല അവളെപ്പറ്റി ആലോചിച്ച് ഒരുപാട് വിഷമിച്ചു. ഒരു ദിവസം സുധ ഡ്രസ്സ് ചെയ്ത് എങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അല്ല, ഇത്ര നന്നായിട്ട് ഡ്രസ് ചെയ്ത് എങ്ങോട്ടേക്ക് പോന്നു സുധ? ഇന്ന് ഹോളിയോ അല്ല, ദീപാവലിയും അല്ല. എന്താ അമ്മ ഇത്? ഞാൻ എപ്പോഴെങ്കിലും നന്നായി ഡ്രസ് ചെയ്യുന്നത്. ഇനി ഈ കാര്യത്തില് അമ്മയ്ക്ക് എന്താ ഇത്ര പ്രശ്നം? കാരണം എപ്പോഴൊക്കെ നീ ഇങ്ങനെ ഡ്രസ് ചെയ്യുന്നു അപ്പോഴൊക്കെ എന്റെ മനസ്സിന് ഭയമാണ്. കാരണം നീ ഏത് വീട്ടിൽ പോയി അവിടുത്തെ ഭക്ഷണം മുഴുവൻ കാലിയാക്കുന്നു എന്ന് ആലോചിച്ച്. ഈ ഗ്രാമവാസികളാ എന്നെ എപ്പോഴും പരിഹസിക്കുന്നത്. ഇപ്പോ ഗ്രാമവാസികളുടെ കൂടെ ചേർന്ന അമ്മയോ എന്നെ പരിഹസിക്കുകയാണോ? ഗ്രാമവാസികളൊന്നും നിന്നെ കളിയാക്കുന്നില്ല. അവര് പറയുന്നത് സത്യമാണ്. നിന്നോട് എത്ര പ്രാവശ്യം പറയുന്നത് കുറച്ച് കഴിക്കെന്ന്. പക്ഷെ നീ ഈ പറയുന്നൊന്നും കേൾക്കുകയില്ല. ഇപ്പൊ നോക്ക്, എന്താ അതിന്റെ ഫലമൊന്ന്? മത്തങ്ങ പോലെ വീർത്തിരിക്കുന്നു. പക്ഷെ എന്താ അതിന് ചെയ്യാ? മത്തങ്ങയുടെ പോലെ തന്നെയല്ലേ ഉള്ളത്, അല്ലാതെ ചുണ്ടലി പോലെ മെലിഞ്ഞിട്ടൊന്നും അല്ലല്ലോ. ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന പെണ്ണുങ്ങളെ എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല. ഒരേ ഒരു കാറ്റടിച്ചാ മതി, അവര് പറന്നു പോകും. എനിക്ക് നിന്നെ പോലെയുള്ള പെണ്ണുങ്ങളെ ഇഷ്ടമല്ല. നിന്റെ ശരീരം നോക്ക്, ബുൾഡോസർ പോലെ പെരുത്തിയിരിക്കുന്നു. നീ എങ്ങാനും അറിയാതെ ഏതെങ്കിലും ഒരു ചുമരി പോയി ഇടിച്ചാലുണ്ടല്ലോ, ആ ചുമര് പൊട്ടി തെറിച്ചു പോകും. ഞാൻ പോവാണമ്മേ, തിരിച്ചു വന്നിട്ട് സംസാരിക്കാം. ഏയ്, ഞാൻ പറയുന്നത് കുറച്ച് കേൾക്ക്, ഒന്ന് നിക്ക്. പക്ഷെ സുധ വിമല പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്നും പോയി. സുമന്റെ വീട് നന്നായി അലങ്കരിച്ചിരുന്നു. വരന്റെ വീട്ടുകാർ എത്തിച്ചേർന്നു. സുമന്റെ പിതാവ് കണ്ണയാലാൽ അദ്ദേഹത്തിന്റെ വിരുന്നുകാരെ സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് കണ്ണയാലാലിന്റെ ശ്രദ്ധ ദൂരെ നിന്ന് നടന്നു വരുത്ത സുധയുടെ മേൽ പതിഞ്ഞത്. കണ്ണയാലാൽ ഒരുപാട് ഭയന്ന് തന്റെ സമീപത്തിരിക്കുന്ന വേലക്കാരൻ ചോട്ടുവിനോട് പറഞ്ഞു, ചോട്ടു, ഞാനിവിടെ എന്താ കണ്ടോണ്ടിരിക്കുന്നത്? എന്ത് പറ്റി മുതലാളി? പിന്നെ നിങ്ങൾ എന്താ ഇത്ര വിഷമത്തോടെ നിൽക്കുന്നത്? ദേ അവിടെ നോക്ക്, ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. അതും നമ്മുടെ വീട് നോക്കിയിട്ടല്ലേ വരുന്നത്. കണ്ണയാലാൽ പറഞ്ഞത് കേട്ട് ചോട്ടു തന്റെ സമീപത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ മുഖത്തും ഭയം വന്ന് നിറഞ്ഞു. മുതലാളി, ഇത്ര നേരം നിങ്ങൾ എന്താ നോക്കിയത് വെച്ചാൽ അതാണോ ഞാൻ നോക്കുന്നത്? നിന്നെ കൊണ്ടാണ് ഇത്ര മോശമായത് ചോട്ടു. നിന്നോട് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞതല്ലേ വിമലാദേവി വീട്ടില് നീ മാരേജ് ഇൻവിറ്റേഷൻ കൊടുക്കണ്ടെന്ന്. പക്ഷേ നീയാണ് അറിയാതെ അവര് വീട്ടില് ഇൻവിറ്റേഷൻ കൊടുത്തെന്ന് തോന്നുന്നു. ഇല്ല മുതലാളി, നിങ്ങൾ ഈ ടെൻഷനിൽ ഒരു കാര്യം മറന്നു പോകുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ ജോലിക്കാരനാണ്, ഞാൻ മുതലാളി അല്ല. ചെറിയ മുതലാളി അമ്മേന്റെ മാരേജ് ഇൻവിറ്റേഷന് നിങ്ങളും പിന്നെ വലിയ മുതലാളി അമ്മയല്ലേ പോയി കൊടുത്തത്, മറന്നുപോയോ? നീ പറയുന്നത് ശരിയാണ് ചോട്ടു, ഞാൻ ഈ കാര്യത്തിൽ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പേടിയായിട്ടുണ്ട്. ഒരു പക്ഷെ ഇവളെ കൊണ്ട് എന്റെ മകളുടെ കല്യാണം നിന്നുപോയാൽ. പക്ഷെ എന്തിനാ അങ്ങനെ പറയുന്നത് മുതലാളി? എടാ മണ്ട, മുന്നോട്ട് വരുന്ന പെണ്ണ് നീ കണ്ടില്ലേ? ചെയ്തിരിക്കുന്ന മൊത്തം ഭക്ഷണം അവള് തന്നെ അങ്ങ് കഴിച്ചിട്ടങ്ങ് പോയി. വരുന്ന ആൾക്കാരൊക്കെ വിശപ്പോട് തിരിച്ചു പോയാൽ പിന്നെ അതിനുശേഷം എനിക്ക് ആരുടെ മുഖം അവരുടെ അടുത്ത് കാണിക്കാനേ പറ്റില്ല. അപ്പോഴാണ് സുധ കണ്ണയ്യാലാലിന്റെ സമീപത്തേക്ക് വന്ന് നിന്നത്. നമസ്തേ അങ്കിൾ. സുധ നന്നായിരിക്കുന്നല്ലേ? സുമൻ നന്നായിട്ടുണ്ട്. അവൾക്ക് എന്താണ് കുഴപ്പം? അല്ല, ഇപ്പൊ അവൾക്ക് കല്യാണം നടക്കാൻ പോവുകയാണ്. അല്ല, ഞാൻ എന്താ ചോദിച്ചതെന്നോ, നിങ്ങളുടെ മുഖം കണ്ടാൽ എന്തോ ഭയന്ന് വിറച്ചതുപോലെയുണ്ടല്ലോ. സുധ, നിന്നെ കണ്ടാൽ വലിയ വലിയ പൈസക്കാർക്കും വല്ലാണ്ട് വേർത്തൊഴിച്ചു പോവല്ലോ. അത് ശരി, നീ പിന്നെ എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്താ അങ്കിൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണം അല്ലേ? എന്താ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് വരാതെ ഇരിക്കുവോ? പക്ഷേ ഞാൻ എന്റെ വീട്ടില് കാർഡൊന്നും വെച്ചിട്ടില്ലല്ലോ. കാർഡോ? കാർഡ് പുറത്തുള്ള ആൾക്കാർക്കല്ലേ കൊടുക്കേണ്ടത്, സ്വന്തം വീട്ടുകാർക്ക് കൊടുക്കരുത്. നിങ്ങൾ ക്ഷണക്കത്ത് തന്നിട്ടില്ലെന്നുള്ള കാര്യം അമ്മ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കത് തെറ്റൊന്നും തോന്നുന്നില്ല. അതിന് ഞാൻ പറഞ്ഞ മറുപടി എന്താന്നോ, അതായത് കണ്ണയ്യാലാൽ അങ്കിളിനെ ഞാൻ എന്റെ അച്ഛനെ പോലെയാ കാണുന്നതെന്ന്. ഒരു മകൾ അച്ഛന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടാണോ പോകുന്നത്? പിന്നെ മകൾക്ക് എന്തിനാ ക്ഷണക്കത്ത് കൊടുക്കുന്നത്? ശരി, ഇനി അതെല്ലാം വിടൂ. ഇപ്പോ നമ്മുടെ ഭക്ഷണമെല്ലാം എവിടെയാ കൊടുക്കുന്നത് അത് പറയൂ. കണ്ണയ്യാലാൽ വേറെ ഒരു വഴിയുമില്ലാതെ ചോട്ടുവിനെ നോക്കി എന്താ പറഞ്ഞതെന്നോ, ചോട്ടു, നീ സുധനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നമ്മുടെ വിരുന്നുകാർക്ക് എവിടെയാ ഭക്ഷണം കൊടുക്കുന്നതെന്ന് പോയി കാണിച്ചു കൊടുക്ക്. ചോട്ടു സുധയും കൊണ്ട് പന്തിയിലേക്ക് നടന്നു. സുധ നിലത്ത് ഇരുന്നു. എന്നിട്ട് ചോട്ടുവിനെ നോക്കി എന്തു പറഞ്ഞെന്നോ,
പോ, വേഗം പോയി എനിക്ക് നല്ല ചൂടുള്ള പൂരി കൊണ്ടുവാ. ചോട്ടു ഒരു പ്ലേറ്റിൽ നിറയെ പൂരിയും ബാജിയും കൊണ്ടുവന്നു കൊടുത്തു. അയ്യോ, എന്താ ഇത്? പൂരി ഇത്രയേ ഉള്ളൂ? ഓ, നിങ്ങൾ എന്താ സംസാരിക്കുന്നത് സുധാ? ഇത് മൊത്തം ഒരു 3 പേര് കഴിക്കുന്ന പൂരിയാണ്. പക്ഷെ നിങ്ങൾ എന്താ വെച്ചാൽ ഇത്രയേ പൂരി ഉള്ളൂ ചോദിക്കുന്നു. ചോട്ടു, നീ ഏത് 3 പേരെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർക്ക് വളരെ ചെറിയ വയറായിരിക്കും ഉള്ളത്, എനിക്ക് വളരെ വലിയ വയറാ ഉള്ളത്. അപ്പോഴാണ് സുധയുടെ ശ്രദ്ധ പൂരി നിറഞ്ഞ ഒരു ബാസ്ക്കറ്റിലേക്ക് പതിഞ്ഞത്. പോയി ആ ബാസ്ക്കറ്റിലുള്ള പൂരി മുഴുവൻ എടുത്തുകൊണ്ടുവാ. ചേട്ടാ, അതില് കുറെ പൂരി ഉണ്ടല്ലോ. ഞാൻ എന്തു പറഞ്ഞോ അത് പോയി ചെയ്യ്. നിന്റെ മുതലാളി പറഞ്ഞു തന്നിട്ടില്ലേ എങ്ങനെയാണ് അതിഥികളെ സ്വീകരിക്കേണ്ടതെന്ന്? വിരുന്നുകാരെ മുഴുവൻ പട്ടിണിക്കിട്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചയക്കണോ? എടുത്തിട്ട് വരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ചോട്ടു പൂരി നിറഞ്ഞ ആ ബാസ്ക്കറ്റ് അങ്ങോട്ടേക്ക് എടുത്തു വന്നു. കുറച്ചു സമയം കൊണ്ട് തന്നെ സുധ ആ പൂരി മുഴുവൻ കഴിച്ചു. വേഗം പോയി 2 ബാസ്ക്കറ്റ് പൂരി എടുത്തിട്ട് വാ. അത് മാത്രല്ല, ആ ഹൽവയും ഗുലാബ് ജാമും എല്ലാം എടുത്തിട്ട് വാ. അത് എന്താ കാര്യമെന്നോ? ഭക്ഷണം കഴിച്ചതിന് ശേഷം മധുരം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അതുമാത്രമല്ല, അവിടെയുള്ള പാത്രത്തിൽ റൈത്ത വച്ചിട്ടില്ലേ, അതും ഇവിടെ കൊണ്ടുവന്ന് വെക്ക്. അത് എന്തിനാണെന്നോ? ഭക്ഷണം കഴിച്ച ശേഷം റൈത്ത കഴിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഭക്ഷണം വേഗം ദഹിക്കും. ചോട്ടു 2 ബാസ്ക്കറ്റ് നിറച്ചും പൂരി എടുത്തുകൊണ്ട് വന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സുധ അത് മുഴുവൻ കഴിച്ചു തീർത്തു. വളരെ പെട്ടെന്ന് തന്നെ സുധ കല്യാണത്തിനുണ്ടാക്കി വെച്ചിരുന്ന എല്ലാ ഭക്ഷണവും കഴിച്ചു തീർത്തു. അതുമാത്രമല്ല, ഒരു കഷണം മധുരം കൂടെ സുധ ബാക്കി വെച്ചില്ല. ഇപ്പോഴാണ് എന്റെ വയറ് കുറച്ചെങ്കിലും നിറഞ്ഞ പോലെ തോന്നുന്നത്. ഇനിയിപ്പോ ഞാൻ വീട്ടിൽ പോയി കഴിക്കാം. സുധ അവിടെ നിന്നും പോയി. ചേട്ടാ, ഞാൻ പറ്റിപ്പോയല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യാ? പിറ്റേ ദിവസം സുധയുടെ അമ്മ എന്തോ ഒരു കാര്യത്തിനായി മാർക്കറ്റിലേക്ക് വന്നു. അപ്പോഴാണ് അവിടെ കണ്ണയ്യാലാലിനെ അവർ കണ്ടത്. അവർ പെട്ടികളെല്ലാം പിടിച്ച് കുടുംബത്തോടൊപ്പം എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ, നമസ്തേ കണ്ണയ്യാലാൽ സാർ. അല്ല, ഈ പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് കുടുംബത്തോടൊപ്പം എങ്ങോട്ട് പോകുകയാണ്? ഇതിനു ശേഷം ഞാൻ എങ്ങോട്ട് പോവാനാ? ഞാൻ ഗ്രാമത്തോട്ട് പോവാണ്, അതും നിങ്ങൾ കൊണ്ട് തന്നെ. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇന്നലെ എന്റെ മകളുടെ സുമന്റെ കല്യാണമായിരുന്നു. നിങ്ങളുടെ മകൾ സുധ ഞാൻ വിളിക്കാതെ തന്നെ അവള് വന്നിട്ട് എല്ലാ വിരുന്നാളിയുടെ ഭക്ഷണം അവള് കഴിച്ചുകൊണ്ടുപോയി. നിങ്ങൾക്ക് അറിയോ, വന്ന വിരുന്നുകാരൊക്കെ ഞാൻ വെറും വയറ്റുകൊണ്ടാണ് തിരിച്ചയച്ചിരിക്കുന്നത്. ചെക്കന്റെ വീട്ടുകാരൊക്കെ എന്നെ വല്ലാതെ ഇന്നലെ അവമാനിപ്പിച്ചിട്ടാണ് പോയത്. അതും വന്ന വിരുന്നുകാരൊക്കെ ഞാൻ വയറ് നിറയെ ഭക്ഷണം തന്നില്ലെന്നാണ്. ചില വർഷങ്ങൾക്ക് ശേഷം എന്റെ ചെറിയ മകളെ ഞാൻ കല്യാണം ചെയ്യണം. പക്ഷെ നിങ്ങളുടെ മകൾ തീർച്ചയായിട്ടും എന്റെ ചെറിയ മകളുടെ കല്യാണത്തിന് വന്നേ പറ്റുള്ളൂ. പക്ഷെ അവിടെ ഒരു വർഷം വന്ന് എല്ലാവരുടെ ഭക്ഷണം കഴിച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ മുമ്പ് തന്നെ തൊട്ട് പോവുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് കണ്ണയ്യാലാൽ അവിടെ നിന്നും പോയി. അപ്പോൾ വിമല ഒരുപാട് രോഷകുലയായി വീട്ടിലേക്ക് വന്നു. വീട്ടിലാണെങ്കിൽ സുധ സമാധാനത്തോടെ കട്ടിലിൽ കിടക്കുകയായിരുന്നു. അവസാനം ഞാൻ എന്ത് പേടിച്ചിരുന്നോ ആ കാര്യമാണ് ഇപ്പം സംഭവിച്ചത്. നിനക്കിപ്പോ കണ്ണയ്യാലാലിന്റെ വീട്ടിൽ പോയി കല്യാണം കൂടേണ്ട ആവശ്യം എന്തായിരുന്നു? നിനക്കൊരു കാര്യം അറിയോ? ഇന്ന് മാർക്കറ്റിൽ വെച്ച് നിനക്ക് വേണ്ടി ഞാൻ എത്ര അപമാനം സഹിച്ചു അറിയോ? പാവം ആ കണ്ണയ്യാലാൽ സർ, അവരെത്ര നല്ല മനുഷ്യനാണ്. അവര് നിന്നെ കൊണ്ട് ഈ ഗ്രാമം വിട്ടുപോയി അറിയോ? ഇപ്പൊ ഞാൻ എന്താ അമ്മേ ചെയ്യേണ്ടത്? ഗ്രാമത്തിൽ എവിടെയെങ്കിലും കല്യാണം നടന്നാ എന്റെ വിശപ്പ് ഇരട്ടിയാകും അമ്മേ. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഞാൻ എന്താ ചെയ്യാ? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഭക്ഷണ കാര്യത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ. പക്ഷെ അത് ചെയ്യില്ല. എവിടെ പോയാലും ഭക്ഷണം ഭക്ഷണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്, നിന്നെ എന്തായാലും ഒരു ജോലിക്ക് വിടണം. ജോലിക്ക് വിടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നോ? അതിന്റെ അർത്ഥം എന്താണ്? ആനക്കാരൻ ബിർജു 4 ആനകളെ വളർത്തുന്നുണ്ട്. നീ ഇന്നു മുതൽ അവിടെ പോകണം. ദിവസം മുഴുവൻ വിശ്രമമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നാൽ നിന്റെ ഈ വെയിറ്റ് മുഴുവൻ അവിടെ തന്നെ കുറഞ്ഞോളും. മാത്രമല്ല, ബിർജുവിനോട് ഞാൻ പറഞ്ഞോളാം, രാവിലെ മുതൽ വൈകുന്നേരം വരെ നിനക്ക് ഒരു ഭക്ഷണവും തരണ്ടാന്ന്. പിറ്റേ ദിവസം വിമല ബിർജു എന്ന ആനക്കാരന്റെ അടുത്ത് സുധയെ കൊണ്ടുപോയി വിട്ടു. ഇവിടെ നോക്കൂ സുധ, ഇത് നിന്റെ വീട്ടിൽ നിൽക്കുന്ന പോലെ ഇവിടെ സന്തോഷമായിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല. നീ കാണുന്ന ഈ ആനകളില്ലേ, ഇതിനെല്ലാത്തിനും തീറ്റ നീയാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെയുള്ള ആനകളൊക്കെ നീ കുളിപ്പിക്കണം. പിന്നെ ആന പിണ്ടിയെടുത്ത് വെക്കണം. ശ്രദ്ധയോടെ നിൽക്കണം. ഒരു പക്ഷെ നീ 1 മിനിറ്റ് ഇങ്ങനെ വെറുതെ ഇരുന്ന് ഞാൻ കണ്ടാൽ പിന്നെ നിനക്ക് ഞാൻ 1 രൂപ പോലും തരില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ബിർജു അവിടെ നിന്നും പോയി. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് സുധയുടെ അവസ്ഥ വളരെ മോശമായി. അപ്പോഴാണ് സുധ അവിടെ ഉണ്ടായിരുന്ന ആനയുടെ ഭക്ഷണം ശ്രദ്ധിച്ചത്.
അയ്യോ, ഞാൻ എന്തൊരു വലിയ വിഡ്ഢിയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ പട്ടിണി കിടന്നു. ഈ വാഴപ്പഴം മുഴുവൻ എന്തിനാ ഇവിടെ വെറുതെ കിടക്കുന്നത്? സുധ ആനയ്ക്ക് വേണ്ടി വെച്ചിരുന്ന വാഴപ്പഴം മുഴുവൻ അകത്താക്കി. നീ ഇപ്പൊ എന്താണ് ചെയ്തത് സുധാ? ഇതൊക്കെ ഞാൻ ആനയ്ക്ക് വേണ്ടി 10 ദിവസം വെച്ചിരുന്ന ഭക്ഷണമാണ്. ഞാൻ നന്നായിട്ട് പറ്റിച്ചു പോയി. എന്നെ നന്നായിട്ട് അവര് പറ്റിച്ചു. ഞാൻ നാളെ മുതൽ ജോലിക്ക് വരണോ ബിർജു അങ്കിൾ? വേണ്ട സുധാ, നീ നാളെ തൊട്ട് ഇങ്ങോട്ട് വരാനുള്ള ഒരു കാര്യം ആവശ്യമില്ല. നാളെ തൊട്ട് ഞാൻ വേറെ വല്ല ജോലി നോക്കണമെന്നാ തോന്നുന്നത്. കാരണം എന്റെ ആനകൾക്ക് വിശപ്പ് തീർക്കാൻ വേണ്ടി ഞാൻ ജോലി നോക്കണല്ലോ. ബിർജു സുധയെ ജോലിയിൽ നിന്നും പറഞ്ഞയച്ചു. കാരണം എന്തെന്നോ, ബിർജു തന്നെ കൂലിവേല ചെയ്ത് തന്റെ ആനകളെ വളർത്തുകയായിരുന്നു. പക്ഷേ സുധയുടെ വിശപ്പ് ദിവസം തോറും കൂടി വന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് വിമല സുധയ്ക്ക് ഒരു ഗവൺമെന്റ് സ്കൂളിൽ ജോലി വാങ്ങിക്കൊടുത്തു. സുധ ഗവൺമെന്റ് സ്കൂളിൽ ജോലിക്കായി പോയി തുടങ്ങി. സുധ, നിന്നെ പറ്റി ഇവിടെ എല്ലാവർക്കും അറിയാം. നീ എത്ര വലിയ തീറ്റപ്പണ്ടാരോ ആണെന്ന്. നീ ആ ആനക്കാരൻ ബിർജുവിന്റെ ജീവിതം തന്നെ മുരടിപ്പിച്ചു. ഇതിൽ എന്റെ ഒരു തെറ്റും ഇല്ല മാഡം. എനിക്ക് വിശപ്പ് താങ്ങാനേ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും? നിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ദിവസം മുഴുവൻ നിനക്ക് ഭക്ഷണം തരാതെ പട്ടിണി കിടണമെന്ന്. ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. നീ ഭക്ഷണം കഴിക്കുന്നത് എങ്ങാനും ഞാൻ കണ്ടാലുണ്ടല്ലോ, അപ്പോൾ തന്നെ ഞാൻ നിന്റെ അമ്മയോട് എല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ നിനക്ക് 1 രൂപ പോലും ശമ്പളം തരില്ല. 2 ദിവസം ഒരുപാട് കഷ്ടപ്പെട്ട് സുധ തന്റെ വിശപ്പിനെ കടിച്ചമർത്തി. ഉച്ച സമയത്ത് ഒരുപാട് വിശപ്പോടുകൂടി സുധ ആ പള്ളിക്കൂടത്തിലിരുന്നു. അപ്പോഴാണ് അവളുടെ മൂക്കിലേക്ക് നല്ല ഭക്ഷണത്തിന്റെ മണം വന്നത്. അയ്യോ, എത്ര നല്ലൊരു സുഗന്ധമാണ്. എവിടെ നിന്നാ വരുന്നത്? ഞാൻ പോയി നോക്കട്ടെ എവിടെ നിന്നാ വരുന്നതെന്ന്. ഈ സ്കൂളിലേക്ക് ഇത്രയും നല്ല ഭക്ഷണം ആരാ കൊണ്ടുവരുന്നതെന്ന്. സുധ പോയി നോക്കിയപ്പോൾ ആ ഗവൺമെന്റ് സ്കൂളിലേക്ക് വന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ആ ഭക്ഷണം മുഴുവൻ സുധ കഴിച്ചു തീർത്തു. അപ്പോഴാണ് ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ അവിടെ വന്നത്. ഹേയ് സുധ, നീ ഇതെന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? സ്റ്റുഡൻസിന്റെ ഭക്ഷണം മുഴുവൻ നീ കഴിച്ചു തീർത്തല്ലോ. എനിക്കെന്തോ വല്ലാതെ വിശന്നു പോയി മാം. ഇവിടെ വെച്ചിരുന്ന ഭക്ഷണ സാധനങ്ങൾ എപ്പോ തീർന്നു പോയി തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് ഞാൻ എന്ത് ശിക്ഷയാ തരുന്നതെന്നോ? നീ ഇന്ന് രാത്രി വീട്ടിലേക്ക് പോകരുത്. രാത്രി മുഴുവൻ ഇവിടെ തന്നെ ഉണ്ടാകണം. രാവിലെ ആകുമ്പോഴേക്കും നിനക്ക് ബുദ്ധി വരും. പ്രിൻസിപ്പൽ സുധയെ പൂട്ടിയിട്ടു പോയി. രാവിലെ ആയപ്പോഴേക്കും സുധയ്ക്ക് ഭയങ്കരമായി വിശപ്പ് തോന്നി. ഉച്ച സമയത്ത് ബ്രേക്കിന് വിട്ടപ്പോൾ കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ സുധ കുട്ടികളുടെ ബാഗിൽ നിന്ന് ടിഫിൻ ബോക്സ് എടുത്തു. ഹായ്, ഈ ഗ്രാമവാസികളെല്ലാം ഇത്ര നന്നായി പാചകം ചെയ്യുന്ന എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇത് കുട്ടികളല്ല കഴിക്കുന്നത്, ഞാനാ കഴിക്കാൻ പോകുന്നത്. കുട്ടികളുടെ ഭക്ഷണം മുഴുവനും സുധയെടുത്ത് കാലിയാക്കി. ഇന്റർവെൽ സമയത്ത് കാലിയായ പാത്രങ്ങൾ കണ്ട് കുട്ടികൾ കരയാൻ തുടങ്ങി. പ്രിൻസിപ്പൾക്ക് മനസ്സിലായി ഇതെല്ലാം സുധ ചെയ്ത കാര്യങ്ങളാണെന്ന്. സുധ, നീ എവിടെയാ ഉള്ളത്? വേഗം ഇവിടെ വാ. എന്തു പറ്റി പ്രിൻസിപ്പൽ മാം? നീ ഇതെന്താ ചെയ്തത്? തുടക്കത്തിൽ ഗവൺമെന്റ് മക്കൾക്ക് കൊടുത്ത എല്ലാ ഭക്ഷണവും നീ കാലിയാക്കി. ഇപ്പോൾ കുട്ടികളുടെ ടിഫിൻ ബോക്സും നീ എടുത്ത് തുറന്നു. ഈ കുട്ടികൾ വിശന്നിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ദയവ് ചെയ്ത് ഇവിടെ നിന്നൊന്നു പോ. അതിനുശേഷം എന്തു സംഭവിച്ചു? പ്രിൻസിപ്പൽ സുധയെ ജോലിയിൽ നിന്നും തെറിപ്പിച്ചു. ഹോ എന്റെ സുധേ, നീ നിന്റെ ഭക്ഷണം ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്ക്. നീ ഇതേ അവസ്ഥയിലൂടെ തന്നെ പോന്നെങ്കിൽ നിന്നെ ആരാ കല്യാണം കഴിക്കാം? ആദ്യം നിന്റെ ഭാരം ഒന്ന് കുറച്ച് കുറയ്ക്കേ. എന്നെ കൊണ്ട് എന്റെ ഭാരം കുറയ്ക്കാൻ പറ്റില്ല അമ്മേ. എന്റെ ദൗർബല്യം തന്നെ ഭക്ഷണമാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? സുധ, നിന്റെ ശ്രദ്ധ വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിക്ക്. അപ്പോ തന്നെ നിന്റെ വിശപ്പ് മാറും. പക്ഷെ എന്നത്തെയും പോലെ സുധ അമ്മ പറഞ്ഞത് കേട്ടില്ല. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് സുധ തലചുറ്റി വീണു. അപ്രതീക്ഷിതമായി സുധയുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് അർജുൻ ചെറിയച്ചൻ അവിടേക്ക് വന്നു. അവർ ഒരു വൈദ്യനായിരുന്നു. സുധയുടെ അർജുൻ ചെറിയച്ചൻ അവളുടെ കൈ പിടിച്ചു നോക്കി ചിരിച്ചുകൊണ്ട് വിമലയോട് പറഞ്ഞു. എന്താ വിമല, നിങ്ങൾ എന്താ മുമ്പ് തന്നെ എന്റെ അടുത്ത് കാര്യം പറയാത്തത്? സുധയ്ക്ക് അധികമായിട്ട് കഴിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്തായി പറയുന്നത്? ഭക്ഷണം കുറച്ചു കഴിച്ചാലുള്ള അസുഖത്തെപ്പറ്റി എനിക്കറിയാം. ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് അധികം ഭക്ഷണം കഴിച്ചാലും രോഗം വരുമെന്ന്. അത് ശരിയായുള്ള കാര്യമാണ്. ജനങ്ങൾക്ക് എങ്ങനെ വിശപ്പ് വരാതുള്ളത് ഒരു സൂക്കേടോ, അതേപോലെ അധികമായിട്ട് വിശക്കുന്നത് ഒരു സൂക്കേട് തന്നെയാണ്. പാവം സുധ ആ സൂക്കേടിലാണ് പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ മോളെ ഒന്ന് ചികിത്സിക്കൂ. അർജുൻ ചെറിയച്ച, അവൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഞാൻ എത്രമാത്രം പരിഹസിക്കപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ?
നീ വിഷമിക്കേണ്ട, അതാ ഞാൻ വന്നില്ലേ. നോക്ക്, ചില മാസങ്ങളിൽ തന്നെ ഞാൻ നിന്റെ മകളെ നന്നായിട്ട് ഞാൻ മാറ്റി കാണിച്ചു തരാം. കുറച്ചു സമയത്തിനുള്ളിൽ സുധയുടെ ബോധം വന്നു. ഇന്ന് മുതൽ ഞാനാണ് നിനക്ക് ചികിത്സ നൽകാൻ പോകുന്നത്. എപ്പോഴൊക്കെ നിനക്ക് നന്നായിട്ട് വിശക്കുന്നോ അപ്പോ ഭക്ഷണമല്ല, ഞാൻ തരുന്ന മൂലികളാണ് കഴിക്കേണ്ടത്. ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ചെറിയച്ചാ. നീ അത് ചെയ്തേ പറ്റുള്ളൂ മോളെ. കുറച്ചുകാലം സുധ പറയുന്നത് പോലെ കേട്ടു. അർജുൻ ചെറിയച്ചൻ വിചാരിച്ചു സുധയ്ക്ക് സുഖമായെന്ന്. ഒരു ദിവസം ഗ്രാമത്തിലെ ഒരു കല്യാണത്തിന് ചെറിയച്ചൻ സുധയെയും കൂട്ടിപ്പോയി. ഇവിടെയുള്ള ഭക്ഷണങ്ങൾക്ക് കാണുമ്പോൾ നിനക്ക് എന്താ തോന്നുന്നു മോളെ? എനിക്ക് എന്താ തോന്നുന്നതെന്നോ, ഇവിടെയുള്ള എല്ലാ ഭക്ഷണവും കഴിക്കണമെന്ന്. എന്ത്? പക്ഷേ നീയല്ലേ പറഞ്ഞത് ഇപ്പൊ നിനക്ക് വിശക്കുന്നില്ല എന്ന്? അത് ചെറിയച്ചന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. എനിക്കറിയാം ഈ കല്യാണത്തിന് ചെറിയച്ചൻ എന്തായാലും എന്നെ കൂട്ടിയിട്ട് വരുമെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ കല്യാണത്തിന് ഒരുക്കി വെച്ചിരുന്ന എല്ലാ ഭക്ഷണവും സുധ കഴിച്ചു തീർത്തു. അർജുൻ ചെറിയച്ചൻ ബോധം കെട്ടു വീണു. സുധ സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി.